പാപം പൊറുക്കുന്ന മാസമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ പ്രവാചകന് രണ്ടാമതായി പറഞ്ഞതെന്തെന്നറിയുമോ? വശഅബാനു ജന്നത്തുൻ മിനന്നാർ. ഈ മാസത്തിന്റെ രണ്ടാമത്തെ പ്രത്യേകത എന്താ? അല്ലാഹുവേ, ഇത് നരകത്തിൽ നിന്നുള്ള ഒരു പരിചയാണെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ പടച്ചറപ്പിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ, മോനെ, ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് നിനക്ക് മോഹമുണ്ടോ? ഒന്ന് കൈപൊക്കാൻ പറഞ്ഞപ്പോ, ഇൻഷാ അല്ലാഹ് പറയാൻ പറഞ്ഞപ്പോ, ഈ സദസ്സിൽ നിന്നുകൊണ്ട് കൈപൊക്കിയ മനുഷ്യ അല്ലാഹുവിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ, അറിയില്ലേടാ നരകമുണ്ട്. ഇപ്പോൾ നിനക്ക് നരകത്തിന്റെ തീയെക്കുറിച്ച് മനസ്സിലാകുന്നുണ്ടല്ലോ. ആരും വഅല് പറയണ്ട. പണ്ട് ഉസ്താദന്മാര് നരകത്തിന്റെ തീയെക്കുറിച്ച് നിനക്ക് വഅല് പറയുമ്പോ വിശ്വസിക്കാൻ മടിയായിരുന്നു. പക്ഷേ ലക്ഷക്കണക്കിന് കിലോമീറ്ററുകളിൽ മുകളിൽ ജ്വലിച്ചു നിൽക്കുന്ന സൂര്യന്റെ ചൂട് താകാൻ ഇന്ന് നമുക്ക് കഴിയുന്നില്ല. റൂമിന്റെ വെളിയിൽ ഇറങ്ങാൻ കഴിയുന്നില്ല. ചൂട് സഹിക്കാൻ കഴിയുന്നില്ലോ. നമ്മുടെ തൊലി പൊള്ളുന്നല്ലോ. മോനെ, ശഅബാൻ മാസം നരകത്തിൽ നിന്ന് രക്ഷപ്പെടാറുള്ള മാസമോ? നരകത്തിൽ നിന്ന് രക്ഷപ്പെടാറുള്ള മാസമോ? നരകമെന്തെന്നറിയോ? റജബ് 27 നോമ്പ് പിടിച്ചവരാണല്ലോ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഇസ്രാ മിഅ്റാജിന് കടന്നു പോയപ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ അതാ ആകാശ ലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ പടച്ചവരെ, ഓരോ ആകാശത്തിന്റെ കവാടങ്ങളിലും പ്രവാചകന്മാരും മലക്കുകളും കാത്തു നിൽക്കുകയാണ്. എല്ലാവരും ചിരിക്കുന്ന മുഖത്തോടെ പ്രവാചകനെ സ്വീകരിക്കുകയാണ്. എല്ലാവരുടെ മുഖത്തും വല്ലാത്ത ആനന്ദമാണ്. എല്ലാവരും പുഞ്ചിരിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് നോക്കുമ്പോ ഒരേ ഒരു മലക്ക് മാത്രം ഇരുന്ന് കരയുകയാ. ഒരു മലക്കിന്റെ മുഖത്ത് സന്തോഷമില്ല. ഒരു മലക്ക് പുഞ്ചിരിക്കുന്നില്ല. ഒരു മലക്ക് തല ഉയർത്തുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് നടക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് നടക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകം ചോദിക്കുന്നു, ജിബ്രീലേ, ആരാണ് ജിബ്രീലേ? എല്ലാവരും ചിരിക്കുന്നു. എല്ലാവരുടെ മുഖത്തും സന്തോഷമുണ്ട്. എല്ലാവരും എന്നെ തല ഉയർത്തിയിട്ട് നോക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു മലക്കു മാത്രം ഒരു പരിഗണനയും നൽകുന്നില്ലല്ലോ. ഒന്ന് ചിരിക്കുന്നില്ലല്ലോ. ഒന്ന് തല ഉയർത്തി നോക്കുന്നില്ലല്ലോ. യാ റസൂലല്ലാഹ്, അത് മാലിക്കുന്ന മലക്കാണ് നബിയേ. നരകത്തിന്റെ കാവൽക്കാരനാണ് നബിയേ. നരകത്തിന്റെ ജോലി അല്ലാഹു കൊടുത്തതിന് ശേഷം ഇന്നുവരെ ചിരിച്ചിട്ടില്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനോട് അവിടുന്ന് പറഞ്ഞു കൊടുക്കുമ്പോ ആ നരകത്തിന്റെ തീയിൽ നിന്ന് രക്ഷപ്പെടണോ ചെറുപ്പക്കാരാ? മോനെ, ഈ പുണ്യമായ മാസത്തിനെ ബഹുമാനിച്ചാൽ, ഈ ശഅബാൻ മാസത്തിനെ ആദരിച്ചാൽ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുകയാ, വശഅബാനു ജന്നത്തുൻ മിനന്നാർ. ഈ മാസം നരകത്തിൽ നിന്ന് രക്ഷ തരുന്ന മാസമാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ഈ മാസത്തിനെ ബഹുമാനിച്ചുകൊണ്ട്, ഈ മാസത്തിനെ ബഹുമാനിക്കുന്ന ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന മൂന്നാമത്തെ പ്രതിഫലമുണ്ട്. ഈ മാസത്തിനെ ബഹുമാനിക്കുന്ന ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലമുണ്ട്. സ്വഹാബാ, അല്ലാഹു അവന്റെ മരണവേദന കുറച്ചു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ മരണവേദന അല്ലാഹു കുറച്ചു തരുന്ന മാസമാ. കൈപൊക്കിയ ചെറുപ്പക്കാരാ, കൈപൊക്കിയ വാപ്പാ, ഈ മാസത്തിനെ നീ എന്ന് ബഹുമാനിച്ചാൽ, ഈ മാസം